കല്യാൺ രൂപത സിറോ മലബാർ സഭയിലെ ഐതിഹാസികമായ ചരിത്ര പാരമ്പര്യമുള്ള രൂപതയാണ്. സിറോ മലബാർ പ്രവാസികൾ ആദ്യം കുടിയേറിയ ഒരു സ്ഥലമാണ് ബോംബെ. കേരളം വിട്ടാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത തേടി വന്ന സിറോ മലബാറുകാരെ ഇടം കണ്ടെത്തിയ ബേദലഹമാണ് കല്യാൺ. പിന്നീടാണത് രൂപതയായത്. ഇന്ന് അത് അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കല്യാൺ അതിരൂപതയെ ദീർഘകാലം ശുശ്രൂഷിച്ച തോമസ് എളവിനാൽ പിതാവ് മെത്രാഭിഷേകത്തിൻ്റെ രജത ജൂബിലിയും കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിരമിക്കുമ്പോൾ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള വികാരവായ്പോടുകൂടെ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള ശുശ്രൂഷ വളരെ വലിയ ശുശ്രൂഷയാണ്. പോൾ ചിറ്റിലപ്പള്ളി പിതാവ് ആരംഭിച്ചത് അദ്ദേഹം നിജപ്പെടുത്തി കൃത്യതയുള്ളതാക്കി. ഇന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് ശേഷം സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് ആ ജോലി ഏറ്റെടുക്കുകയാണ്. മൗണ്ട് സെൻറ്റ് തോമസിലെ നമ്മുടെ ആസ്ഥാന കാര്യാലയത്തിലെ കൂരിയ മെത്രാൻ എന്ന നിലയ്ക്ക് ഒരുപാട് ശുശ്രൂഷകൾ ആലഞ്ചേരി കർദിനാൾ പിതാവിൻ്റെ കൂടെയും അതിനുശേഷം എൻ്റെ കൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ വിശ്വസ്തനും വിവേകിയുമായിട്ടുള്ള ഒരു അജപാലകനാണ്. പിതാവിനെ ഈ പുതിയ ദൗത്യത്തിലെ സർവ്വനന്മയും ദൈവാനുഗ്രഹവും പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. കല്യാൺ രൂപതയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വളരെ ആഴമുള്ള ആധ്യാത്മികതയുള്ള, ആളുകളെ പേര് ചൊല്ലി വിളിക്കുവാൻ മാത്രം ആത്മബന്ധം പുലർത്തുന്ന ഒരു നല്ല ഇടയനാണ് അതിരൂപതയുടെ മേലധ്യക്ഷനായിട്ട് വരുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഏറ്റവും സ്നേഹമുള്ളവരെ, കേരളത്തിന് പുറത്ത് പ്രവാസികൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സീറോ മലബാർ രൂപത കല്യാൺ രൂപത ഇന്ന് അതിരൂപതയായി തീരുന്ന ഈ അസുലഭമായ സന്ദർഭത്തിൽ അത്യാഹ്ലാദപൂർവം ആദ്യത്തെ ആർച്ച് ബിഷപ്പായിട്ട് അവരോധിക്കപ്പെടുന്ന മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുര പിതാവിന് ഏറെ സ്നേഹത്തോടുകൂടെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ അഭാവത്തിൽ അതിരൂപതയെ പ്രതിനിധീകരിച്ച് ഇവിടെ ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു രൂപത വരുന്നതിനൊരുക്കമായി തൃശ്ശൂർ അതിരൂപതയിൽ നിന്നാണ് 5 വൈദികർ ആദ്യമായി ഇവിടേക്ക് കടന്നു വന്നത്. അതിരൂപതയുടെ വികാരി ജനറലായിരുന്ന അന്നത്തെ മോൺസിഞ്ഞോർ പോൾ ചിറ്റിലപ്പള്ളി, പിന്നീട് മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പ്രായോഗികമായി യാതൊന്നുമില്ലായിരുന്നു. ഇവിടുത്തെ മെട്രോയിലും ഇവിടെയുള്ള സ്പീഡ് ട്രെയിനിലും എല്ലാം കയറി നടന്ന് വീടുകൾ കയറി ആരംഭിച്ച ഈ സീറോ മലബാർ വിശ്വാസ സമൂഹം വളർന്ന് പിതാവിനെ തുടർന്ന് എളവനാൽ പിതാവിൻ്റെ 29 വർഷക്കാലത്തെ ശുശ്രൂഷകൾക്ക് ശേഷം ഇന്ന് എത്തി നിൽക്കുന്നത് ഒരു അതിരൂപതയുടെ തലത്തിലേക്കാണ്. കൂരിയ പിതാവ് എന്ന നിലയിൽ ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള പിതാവ് സഭയുടെ സർവ്വതോന്മുഖമായ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ അതിരൂപതയെ മുന്നോട്ട് നയിക്കുവാൻ തീർത്തും പ്രാപ്തനാണ്. പിതാവിന് ഈ പുതിയ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും വളരെ ശക്തമായ നല്ല കൂട്ടായ്മയിലുള്ള ഒരു വൈദിക സമൂഹവും അതുപോലെ തന്നെ സന്യസ്ത സമർപ്പിത സമൂഹവും ദൈവജനവും ഒത്തുചേർന്നുള്ള ഈ രൂപത അതിരൂപതയായി തീരുവാൻ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹത്താൽ യോഗ്യമായി തീർന്നിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവിനും ഈ അതിരൂപതയ്ക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ഇത് ഒരു അഭിമാന നിമിഷമാണ്. ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സണ്ണി അച്ഛൻ, സണ്ണി എന്ന പേരിൽ ഒരുമിച്ച് ഞങ്ങൾ സൗഹൃദത്തോട് സെമിനാരിലൊക്കെ ആയിരുന്ന ആ പഴയ നാളുകൾ, പിന്നീട് സെബാസ്റ്റ്യൻ പിതാവായി ദൈവത്തിൻ്റെ നിയോഗം ലഭിച്ചു.
കുര്യ ബിഷപ്പ് എന്ന നിലയിൽ വളരെ സ്തുത്യർഹമായ ശുശ്രൂഷകൾ നിർവഹിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ കല്യാൺ അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായിട്ട് നിയോഗിതനാകുന്നു എന്നുള്ളത് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും പിതാവിൻ്റെ വ്യക്തിബന്ധങ്ങളും പിതാവിൻ്റെ പ്രവർത്തന ശൈലിയും അജപാലന ഔത്സുഖ്യവുമെല്ലാം തീർച്ചയായിട്ടും ഈ അതിരൂപതയുടെ വളർച്ചയ്ക്ക് സഹായകമാകുമെന്നതിന് ഒരു സംശയവുമില്ല. അഭിമന്യ ഇളവനാൽ പിതാവ് നന്നായിട്ട് നല്ല അടിത്തറ ഉറപ്പിച്ചുകൊണ്ട് ഈ രൂപതയ്ക്ക് നല്ല രീതിയിൽ രൂപഭാവങ്ങൾ നൽകിയതിനെ വളർത്തിക്കൊണ്ടുവന്നു. അടുത്ത ഒരു ഘട്ടത്തിൽ അതിരൂപതയായിട്ട് അത് ഉയർത്തപ്പെടുമ്പോൾ ഏറ്റവും യോഗ്യനായ ഒരാളെ തന്നെ ദൈവം നിയോഗിച്ചു എന്നുള്ളത് അഭിമാനകരമാണ്. പിതാവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. ദൈവം അഭിമന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവിനെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. വളരെ സന്തോഷമുള്ള അഭിമാനമുള്ള ഒരു നിമിഷമാണ്. ഞാൻ പൂന സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാൺ രൂപത രൂപപ്പെടുന്നത്. അന്ന് ചിറ്റിനപ്പള്ളി പിതാവ് ഇവിടെ വരികയും കല്യാൺ രൂപതയുടെ ഭാഗമായി പൂനായും ബോംബെയിലുമൊക്കെ ഇടവകകൾ ചിട്ടപ്പെടുത്തുകയും ചെയ്ത നല്ല കാലങ്ങൾ ഓർക്കുന്നുണ്ട്. ആ ഒരു രൂപത ഇന്ന് രണ്ടാമത്തെ പിതാവ് ഇലവനാൽ പിതാവിൻ്റെ സുദീർഘമായ 25 വർഷത്തെ സേവനത്തിന് ശേഷം വാണിയപ്പുരയ്ക്കൽ പിതാവിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതായ അവസരത്തിൽ പൂർവ്വ പിതാക്കന്മാർ രണ്ടുപേരെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ്. ഒരു പക്ഷേ മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റി പ്രവാസികളുടെ ഇടയിൽ ആദ്യം തുടങ്ങിയ ഒരു രൂപത എന്നുള്ള ഒരു പ്രത്യേകത നമ്മുടെ കല്യാൺ രൂപതയുടെ പ്രത്യേകതയാണ്. ആ പ്രവാസികളുടെ ഇടയിൽ ആദ്യമായിട്ട് പ്രവാസികൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു രൂപത എന്നുള്ള രീതിയിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ ആരംഭം കുറിച്ചതായ കല്യാൺ രൂപതയുടെ മാതൃക ഇപ്പോൾ എൻ്റെ രൂപത കട്കി രൂപത ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങൾക്കും ഒരു നല്ല മാതൃകയായിട്ട് തുടങ്ങുന്നു. വാണിയപ്പുരയ്ക്കൽ പിതാവുമായിട്ടും വളരെ വ്യക്തിപരമായ ഊഷ്മളമായ ഹൃദ്യമായ ബന്ധം KCBC-യിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ KCBC-യുടെ ഡോക്ടറൽ കമ്മീഷൻ മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ കുര്യ ബിഷപ്പ് എന്നുള്ള രീതിയിൽ അവിടെ എപ്പോഴും കാണുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. പിതാവ് ആ ആർച്ച് ഡയസിസായിട്ട് കല്യാൺ രൂപത ഉയർത്തപ്പെടുകയും അതിൻ്റെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിട്ട് കടന്നു വരികയും ചെയ്യുമ്പോൾ അതൊരു വലിയ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. പ്രത്യേകിച്ചും മധ്യഭാരതത്തിൽ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു സാന്നിധ്യം ശക്തമായി അവതരിപ്പിക്കുവാനും അത് പ്രവർത്തന കർമ്മോത്സുകമാക്കുവാനും പിതാവിൻ്റെ നേതൃത്വത്തിന് സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി മലങ്കര സഭയുടെ എല്ലാവിധമായ ഭാവുകങ്ങളും പിതാവിനെ ആശംസിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുവാനുള്ളതായ നിയോഗം സന്തോഷത്തോടെ നിർവഹിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കല്യാൺ രൂപത അതിരൂപതയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതിൻ്റെ 2 സഫർഗൻ ഡയസിസിൽ ഒന്ന് രാജ്കോട്ടാണ്, രാജ്കോട്ടും ചാന്തയാണ്. അപ്പോൾ രാജ്കോട്ടിന് കൂടുതൽ സന്തോഷമുണ്ട് മറ്റെല്ലാവരേക്കാളും. വാണിയപ്പുരയ്ക്കൽ പിതാവിനെ ഞാൻ സിനഡിൽ അദ്ദേഹം വരുന്ന കാലം തൊട്ട് കണ്ട് അടുത്ത പരിചയമുണ്ട്. എനിക്ക് മനസ്സിലാക്കുന്നിടത്തോളം വളരെ വിശുദ്ധിയും വിജ്ഞാനവും വിവേകവും ഉള്ള ഒരു പിതാവായിട്ടാണ്. എല്ലാ കാര്യത്തെയും ദൈവ തിരുമനസ്സായി കാണുവാനും അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ അതെല്ലാം വളരെ നല്ല രീതിയിൽ തരണം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥാനം ഇന്ന് മെത്രാപ്പോലിത്ത സ്ഥാനത്തിലേക്ക് വരുമ്പോൾ അതിയായ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് എല്ലാവിധ പ്രാർത്ഥനാ ഭാവങ്ങളും ആശംസിക്കുന്നു. ദൈവം അദ്ദേഹത്തെയും കല്യാണാതിരൂപതയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വാണിയപ്പുരയ്ക്കൽ പിതാവ് കല്യാൺ രൂപതയുടെ ആർച്ച് ബിഷപ്പായി സ്ഥാനമെടുക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ദീർഘകാലം സന്മോളിലെ പുതിയ ബിഷപ്പ് സേവനത്തിന് ശേഷമാണ് പിതാവ് ഈ വലിയ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നത്. എൻ്റെ ഇവിടെ കാലമുള്ള സുഹൃത്തും എല്ലാവരും തന്നെ എല്ലാവിധ മംഗളങ്ങളും ആസ്വദിക്കുന്നു. ദൈവം പിതാവിനെ ധാരാളം അനുഗ്രഹിക്കുകയും കല്യാൺ രൂപതയെ ആശിഷനെ വളരെ മനോഹരമായിട്ട് ദൈവത്തിന് ദിനമായിട്ട് പഠിത്തതിന് എല്ലാ കൃപാവരും പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്നു പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ വലിയ പിതാവ്. ഏറെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ചടങ്ങിൽ സംബന്ധിക്കുക. കല്യാൺ അതിരൂപതയുടെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായി സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് സ്ഥാനം ഏൽക്കുന്ന ഈ അവസരത്തിൽ പിതാവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. സാഗർ രൂപതയിൽ നിന്നുള്ള എല്ലാ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും അൽമാരുടെയും പേരിലുള്ള സ്നേഹവും പ്രാർത്ഥനയും ആശംസയും പിതാവിനും അതുപോലെ കല്യാൺ രൂപതയിലെ എല്ലാ വിശ്വാസികൾക്കും നേരുന്നു. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കല്യാൺ രൂപതയുടെ പുതിയ മേലധ്യക്ഷനായിട്ട് അതിരൂപതയുടെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്ന അഭിമന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുര പിതാവിന് എല്ലാ ആശംസകളും നേരുകയാണ്.
അഭിവന്യ ഇലവനാൽ പിതാവ് തുടങ്ങി വെച്ച കാര്യങ്ങൾ, അതിനു മുമ്പ് തന്നെ ചിറ്റിലപ്പിതാവ് തുടങ്ങി വെച്ച കാര്യങ്ങൾ, അതെല്ലാം തുടർന്നുകൊണ്ട് പോകുവാനായിട്ട് ദൈവം ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും, നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹമായ തികവത്തിൽ പിതാവിൻ്റെ ശുശ്രൂഷ ഏറെ ഫലപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പിതാവ് സിറോ മലബാർ സഭയുടെ കൂരിയപക്ഷ നിലയിൽ ചെയ്ത സേവനങ്ങളെ ഓർത്ത് നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ പുതിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ദൈവം പിതാവിനെ ശക്തിപ്പെടുത്തട്ടെ. ആത്മീയവും ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടെ എല്ലാ ശുശ്രൂഷയും നിറവേറ്റുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. I'm very happy today to be in Kalyan, in Immaculate Church. The most important thing is that Bishop Elevenel Thomas Elevenel has done a great service to the church in the Western region, and especially he has done great service to Kalyan Diocese. It was a small little beginning. Today the diocese has grown mightily with so many priests, so many religious, so many institutions. He has given his life for this diocese. And so I really pray that God may bless him with good health as he has relinquished his office due to his age. But he continues to be the shepherd of souls wherever he is. And I wish him all the best as he begins a new life today as a retired bishop, but he's no more a retired bishop. I also want to wish my greetings to the new bishop, Sebastian, Archbishop now, and he also is a wonderful bishop. He will do great work for the region of Western region. Thank you. വളരെയധികം സന്തോഷമുണ്ട്. കല്യാൺ രൂപതയ്ക്ക് പുതിയ ഒരു ആർച്ച് ബിഷപ്പ് അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവിൻ്റെ വ്യക്തിത്വത്തിൽ കല്യാൺ രൂപത ആർച്ച് ഡയസിസായിട്ട് ഉയർത്തപ്പെടുകയാണ്. ഈ അവസരത്തിൽ ഗോരഖ്പൂർ രൂപതയുടെ എല്ലാവിധ ആശംസകളും അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവിന് പ്രത്യേകമായിട്ട് നേരുന്നു. ആശംസകൾ, പ്രാർത്ഥനകൾ, അതോടൊപ്പം തന്നെ പിതാവിൻ്റെ അജപാലനപരമായ കാര്യങ്ങളിൽ എല്ലാവിധ ദൈവാനുഗ്രഹവും പ്രത്യേകമായിട്ട് ഗോരഖ്പൂർ രൂപതയിൽ നിന്ന് ഞങ്ങൾ നേരുകയാണ്. പുതിയ ഒരു മിഷൻ മേഖലയിലേക്കാണ് അഭിവന്യ വാണിയപ്പുരയ്ക്കൽ പിതാവ് തൻ്റെ കൂരിയായിലുള്ള അനുഭവവും അതുപോലെ തന്നെ പൗരോഹിത്യ ജീവിതത്തിലെ അനുഭവങ്ങളുമായിട്ട് കടന്നു വരുന്നത്. പിതാവിന് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ അതിരൂപതയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനുവേണ്ടിയുള്ള നല്ലൊരു തീഷ്ണമതിയായ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയായ സെബാസ്റ്റ്യൻ പിതാവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവ് സാധാരണക്കാരുടെ ജീവിച്ച് പാവപ്പെട്ടവരുടെയും വിഷമത അനുഭവിക്കുന്നതിൻ്റെയും പ്രതിസന്ധികളും വിഷമങ്ങളും എല്ലാം ശരിക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള നിർദ്ധാരണം കണ്ടെത്തുവാൻ വേണ്ടി അക്ഷീണമായിട്ട് എല്ലാ രംഗത്തും നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്ത വലിയൊരു വ്യക്തിയാണ്. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ട് തുടർന്ന് പട്ടം സ്വീകരിച്ചപ്പോഴും അതിനുശേഷമുള്ള പഠനത്തിലും എല്ലാം എപ്പോഴും തീഷ്ണതയോടുകൂടി ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം എങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്ന് ദൈവസന്നിധിയിലിരുന്നു കൊണ്ട് ദൈവത്തോട് ആലോചിച്ച് തീരുമാനമെടുക്കുന്ന വലിയ ഒരു പുരോഹിത ശ്രേഷ്ഠനാണ് നമ്മുടെ വാണിയപ്പുരയ്ക്കൽ പിതാവ്. അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചത് സഭയ്ക്കും സമൂഹത്തിനും വലിയൊരു വരദാനമായിട്ടാണ് ഞാൻ കാണുക. ദൈവം അദ്ദേഹത്തെയും നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അഭിവന്യ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ പിതാവിൻ്റെ പുതിയ ഒരു സ്ഥാനാരോഹണ ചടങ്ങ്, ആരാധനാക്രമപരമായ ചടങ്ങ് ഇന്ന് നടത്തപ്പെടുകയാണ്. വളരെ സന്തോഷമുണ്ട്. സെബാസ്റ്റ്യൻ പിതാവ് ഈ കല്യാൺ രൂപതയുടെ സാരഥ്യം ഏറ്റെടുക്കുന്നതിലും അതുപോലെ തന്നെ ഒരു ദൈവനിയോഗമാണ് കല്യാൺ രൂപത അതിരൂപതയായി തീരുക എന്നുള്ളത്. ആ ഒരു നിയോഗം, ആദ്യത്തെ ആ നിയോഗം ഏറ്റെടുക്കുവാൻ വാണിയപ്പുര പിതാവിനാണ് ദൈവം അവസരം ഒരുക്കിയത്. തീർച്ചയായിട്ടും വാണിയപ്പുര പിതാവിൻ്റെ കരങ്ങളിൽ പുതിയ അതിരൂപത വളരെയേറെ പുരോഗതി പ്രാപിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. രൂപതയിലെ മുൻ പിതാക്കന്മാർ
പ്രത്യേകിച്ച് അഭിവന്യ എലവനാൽ പിതാവ് ഒക്കെ ചെയ്ത സേവനങ്ങൾ വളരെയേറെ സ്തുത്യർഹങ്ങളാണ്. അതിനെ തുടർന്നുകൊണ്ട് പോവുക, വികസിപ്പിക്കുക എന്ന ദൗത്യം വാണിയപ്പുര പിതാവിനെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായിരിക്കും. ഈ പിതാവുമായിട്ടുള്ള വാണിയപ്പുര പിതാവുമായിട്ടുള്ള എൻ്റെ അടുപ്പവും സ്നേഹവും ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. കുര്യ ബിഷപ്പായിരിക്കുന്ന സമയത്തും അതിനു മുൻപും റോമിലായിരുന്നപ്പോഴും അഭിവന്യ സെബാസ്റ്റ്യൻ പിതാവ് അന്ന് അച്ഛനായിരിക്കെ റോമിൽ പഠിച്ച സമയത്തൊക്കെ എനിക്ക് അദ്ദേഹവുമായിട്ട് നല്ല അടുപ്പവും പരിചയമുണ്ട്. നല്ല ഒരു അജപാലകൻ, നല്ല ഒരു ഇടയൻ എന്ന രീതിയിൽ ഈ അതിരൂപതയെ നയിക്കുവാൻ അച്ഛന് അഭിവന്യ പിതാവിന് സാധിക്കും. അതുപോലെ ഈ അവസരത്തിലൂടെ നന്ദിയോടുകൂടെ ഓർക്കുകയാണ് എളവനാൽ പിതാവ്. അദ്ദേഹം ആലുവ മംഗലപ്പുഴ സെമിനാരിയിൽ ഞങ്ങളെയൊക്കെ ആരാധനാക്രമം ലിറ്റർജി പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അഭിവന്യ പിതാവിനെ ഈ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. എൻ്റെ ഗുരു എന്ന രീതിയിൽ ഞാൻ എപ്പോഴും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് അഭിവന്യ തോമസ് എളവനാൽ പിതാവ്. അങ്ങനെ പിതാവിനെ നന്ദിയോടെ അനുസ്മരിക്കുന്നു. വാണിയപ്പുര പിതാവിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയും ചെയ്യുന്നു.